ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എക്കണോമിക്സ് ആണ്. അതായത് HSC സോഷ്യൽ സയൻസിലെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടാക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് GSTയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വാല്യൂ ആഡഡ് ടാക്സ് ആയ വാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ, അതായത് കൂടുതൽ പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. നമ്മൾ എക്കണോമിക്സിൽ കുറച്ചധികം ടോപ്പിക്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു ഭാഗം എളുപ്പമായിരിക്കും. പക്ഷേ HSC സോഷ്യൽ സയൻസ് എഴുതുന്ന വിദ്യാർത്ഥികളിൽ എല്ലാവരും ഒരുപാട് ഹിസ്റ്ററി പഠിച്ചവരും അങ്ങനെ മറ്റ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളുണ്ട്. അവർക്ക് എക്കണോമിക്സ് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നാറ്. എങ്കിൽ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ SCERT സിലബസിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ടാക്സിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കൂടെ കാണുക. അപ്പോൾ ഇത്രയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ടാക്സിനെ കുറിച്ച് കൂടുതലായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ GST നിലവിൽ വന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. GST നിലവിൽ വന്നൊരു വർഷം 2017 ജൂലൈ 1 അതായത് ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 നിലവിൽ വന്നൊരു നികുതിയാണ് GST എന്ന് പറയുന്നത്. എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന പരോക്ഷ നികുതി, അതായത് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? അത് ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 നിലവിൽ വന്ന നികുതിയാണ് GST. അപ്പോൾ ആ ഒരു വർഷം എന്ന് പറഞ്ഞാലും ആ മാസം, ആ ഡേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 നിലവിൽ വന്ന നികുതിയാണ് എന്ത്? GST. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GST എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ്. GST എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ്. GST എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, GST ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പാസ്സാക്കിയത് എന്നതിനെക്കുറിച്ചാണ്. അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആസാം. GST ബില്ല് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. GST ബില്ല് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. അടുത്തത് GST ബിൽ പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു സംസ്ഥാനങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം. ആദ്യം GST ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം അസമാണ്. രണ്ടാമത് GST ബില്ല് പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. പിന്നീട് GST ബിൽ പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനം അതാണ് ഒഡീഷ. അതായത് ഒരു GST ബില്ല് അത് പാസ്സാവണമെങ്കിൽ 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ 16ാമത്തെ സംസ്ഥാനത്തിന് ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ GST ബിൽ പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. ആദ്യത്തെ അസമാണ്, രണ്ടാമത്തെ ബീഹാറാണ്, 16ാമത് ഒഡീഷയാണ്. എന്നാൽ ഏറ്റവും അവസാനം അംഗീകരിച്ചത് ജമ്മു കാശ്മീരാണ്. ഏറ്റവും അവസാനം ഈ ഒരു GST ബില്ല് ഇത് അവസാനം അംഗീകരിച്ചത്, അവസാനം പാസ്സാക്കിയ രാജ്യമാണ് ജമ്മു കാശ്മീർ. നമ്മൾ ഇത്രയും ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? GST ആദ്യമായിട്ട്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 നിലവിൽ വന്ന നികുതിയാണ് GST. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GST. അതുപോലെ ഇത് പാർലമെൻറ്റിൽ GST എന്നൊരു ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ്. പിന്നെ GST ബിൽ പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കറക്റ്റ് ആക്കാൻ നിങ്ങളൊരു നോട്ട് കുറിക്കുമ്പോൾ അസം എന്ന് എഴുതി വയ്ക്കുക. GST ബിൽ പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. എന്നാൽ GST ബിൽ പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. ഏറ്റവും അവസാനം അംഗീകരിച്ചത് ജമ്മു കാശ്മീരാണ്. പിന്നെ ഒരുപാട് കുട്ടികൾ ക്ലാസ് എല്ലാം പ്ലേ സ്റ്റോറിൽ ഇടാൻ പറയുന്നുണ്ട്.
പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നു, ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും HSA സോഷ്യൽ സയൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. കേട്ടറ്റിൻ്റെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. HSA സോഷ്യൽ സയൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾ ആ കേട്ടറ്റിൻ്റെ ക്ലാസ്സുകളും നിർബന്ധമായി കേട്ടിരിക്കണം. കാരണം നമുക്ക് കേട്ടറ്റിൻ്റെ കൂടുതൽ ക്ലാസ്സുകളും കവർ ചെയ്തിട്ടുള്ളത് SCERT സിലബസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നിർബന്ധമായി വാങ്ങിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിലത്തെ കേട്ടറ്റ് ക്ലാസ്സുകളും HSA സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കേൾക്കുക. അപ്പോൾ ഈ ഒരു എല്ലാ വീഡിയോസും തന്നെ HSA സോഷ്യൽ സയൻസ് എഴുതുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലേ സ്റ്റോറിൽ സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യാത്തത്. നിങ്ങൾ ഈ ചാനലിലെ എല്ലാ വീഡിയോസും കാണുക, നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്? GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് അസം, രണ്ടാമത്തെ ബീഹാറാണ്. എന്നാൽ 16ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. എന്നാൽ ഏറ്റവും അവസാനം ഈ ഒരു ബില്ല് അംഗീകരിച്ചത് ആരാണ്? ജമ്മു കാശ്മീരാണ്. അടുത്തത് അവിടെ കൊടുത്തിട്ടുള്ളത് GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ്. GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 246A-യും 269A-യും. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ. GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 246A, 269A. ഓർത്ത് വയ്ക്കുക, GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 246A-യും 269A-യും. അടുത്തത് ഈ GST കൗൺസിലിൻ്റെ ആസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ GST കൗൺസിലിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. എന്നാൽ കേരളത്തിൽ GSTയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ GSTയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ ഇന്ത്യയിൽ GST കൗൺസിലിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയാണ്. അടുത്തത് GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചനെയാണ്. GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചനെയാണ് GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. അടുത്തത് GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് പെട്രോളും മദ്യവുമാണ്. GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ. GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? പെട്രോളും മദ്യവും. GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവയാണ് പെട്രോളും മദ്യവും. അടുത്തത് കേരളത്തിൻ്റെ GST കോഡാണ്. കേരളത്തിൻ്റെ GST കോഡ് 32 ആണ്. 32 കേരളത്തിൻ്റെ GST കോഡ്. ഓർത്ത് വയ്ക്കുക, കേരളത്തിൻ്റെ GST കോഡ് 32 ആണ്. കേരളത്തിൻ്റെ GST കോഡ് എന്ന് പറയുന്നത് 32 ആണ്. അടുത്തത് വാല്യൂ ആഡഡ് ടാക്സ് ആയ വാറ്റ് നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. 1954 നമുക്കത് ഓർത്ത് വയ്ക്കാനായിട്ട് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ അവർ വാറ്റ് ഉണ്ടാക്കി എന്ന് ആലോചിച്ചാൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. ഫ്രാൻസിനെ ഫ്രണ്ട്സ് എന്നായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? വാറ്റ് നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. 1954. അടുത്തത് ഈ ഒരു മൂല്യവർദ്ധിത നികുതി, അതായത് വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ദക്ഷിണ കൊറിയയാണ് എഴുതേണ്ടത്. എന്താണ്? മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയയാണ്. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ആദ്യമായിട്ട് എവിടെയാണ്? ഫ്രാൻസിലാണ്. എന്നാൽ മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്ക് GSTയെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട്, അതുപോലെ തന്നെ വാല്യൂ ആഡഡ് ടാക്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. കാരണം ഏത് ഭാഗത്തും നിന്നും എന്താണെന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം HSAക്ക് പഠിക്കുമ്പോൾ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓരോ മൈന്യൂട്ട് പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ കാണുന്നെങ്കിൽ നമ്മളതും പഠിച്ചു വെക്കണം. കാരണം അത്രയും ഒരു മൈന്യൂട്ടായ പോയിൻറ്റ്സ് വരെ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസാണ്. ഒത്തിരി കാര്യങ്ങൾ വായിക്കാനുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് HSA സോഷ്യൽ സയൻസ് സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സായ GSTയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്ന് വിശദമായിട്ട് പഠിക്കാം. GST ബില്ല് ആദ്യമായി ലോകസഭ പാസ്സാക്കിയത് 2015 മെയ് 6 GST ബിൽ ആദ്യമായി ലോകസഭ പാസ്സാക്കിയത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, GST ബില്ല് ആദ്യമായി ലോകസഭ പാസ്സാക്കിയത് 2015 മെയ് 6 GST ബിൽ ആദ്യമായി ലോകസഭ പാസ്സാക്കിയത് 2015 മെയ് 6 എന്നാൽ ഈ GST ബില്ല് രാജ്യസഭ
ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടെ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. അടുത്ത വർഷമാണ്. അപ്പോൾ ആദ്യം തന്നെ GST ബില്ല് ആദ്യമായി ലോകസഭ പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. എന്നാൽ GST ബില്ല് രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടെ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. GST ബിൽ ലോകസഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. ഈ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. GST നിലവിൽ വന്ന വർഷമാണ് ഇമ്പോർട്ടൻ്റ്. എങ്കിൽ കൂടെ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ലോകസഭ പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. എന്നാൽ ഭേദഗതിയോടുകൂടി രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. എന്നാൽ ഇതേ GST ബില്ല് തന്നെ ലോകസഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട്, അതായത് ഈ രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടെ പാസ്സാക്കിയ ആ ഭേദഗതിയെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. 2016 ഓഗസ്റ്റ് 8-നാണ്. എന്നാൽ ഈ GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. രാഷ്ട്രപതി ഈ ഒരു ബില്ല് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്, ലോകസഭ പാസ്സാക്കിയപ്പോഴാണ് 2015 മെയ് 6. എന്നാൽ ചില ഭേദഗതികളൊക്കെ വരുത്തിക്കൊണ്ട് രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. അപ്പോൾ ആ ഒരു രാജ്യസഭ ഭേദഗതിയോടുകൂടി പാസ്സാക്കിയ ബില്ല് അവസാനമായി ലോകസഭ അംഗീകരിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയത് എപ്പോഴാണ് 2016 ഓഗസ്റ്റ് 8-നാണ്. എന്നാൽ GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഈ GST അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന പരോക്ഷ നികുതികളെ, അതായത് ഇൻഡയറക്റ്റ് ടാക്സുകളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1-ന് നിലവിൽ വന്ന നികുതിയാണ് GST എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു GST എന്ന ആശയം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ്. GST എന്നൊരു ആശയം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ്. GST ബില്ല് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഏതാണ്? അസമാണ്. എന്നാൽ രണ്ടാമത് GST ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ബീഹാറാണ്. ആദ്യം അസം ആണ്, രണ്ടാമത് GST ബിൽ പാസ്സാക്കിയ സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ GST എന്നൊരു ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ്. GST ബിൽ പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. എന്നാൽ ഈ GST ബിൽ രണ്ടാമത് പാസ്സാക്കിയ സംസ്ഥാനം ബീഹാറാണ്. അടുത്തത് GST ബിൽ പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. അതായത് 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ് ഒരു ബില്ല് പാസ്സായത്. ഈ GST ബില്ല് പാസ്സാവാൻ 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു 16ാമത്തെ സംസ്ഥാനത്തിനൊരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ അത് ഒഡീഷയാണ്. എന്നാൽ ഏറ്റവും അവസാനം അംഗീകരിച്ചത് ജമ്മു കാശ്മീറാണ്. ഏറ്റവും അവസാനം അംഗീകരിച്ചത് ജമ്മു കാശ്മീറാണ്. ഇനി അവിടെ കൊടുത്തിട്ടുള്ളത് GSTയുടെ ആപ്തവാക്യമാണ്. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നതാണ്. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നതാണ് GSTയുടെ ആപ്തവാക്യം. GSTയുടെ ആപ്തവാക്യമാണ് ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നുള്ളത്. GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101-ാം ഭരണഘടനാ ഭേദഗതി. GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101. എന്നാൽ GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് 122-ആണ്. അപ്പോൾ GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 101-ഉം GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് 122-ഉമാണ്. പിന്നെ GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വയ്ക്കുക, 246A-യും 269A-യുമാണ് GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 246A-യും 269A-യും. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറഞ്ഞു? GSTയുടെ ആപ്തവാക്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നുള്ളതാണ്. GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101-ാം ഭരണഘടനാ ഭേദഗതി. GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് 122. GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 246A-യും 269A-യും. 246A 269A GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ്. ആ ഒരു വകുപ്പുകളാണ് 246A-യും 269A-യും. അടുത്തത് പറയുന്നത് GST കൗൺസിലിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 279A.
ഏതാണ്? ജി എസ് ടി കൗൺസിലിനെ കുറിച്ചിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ജി എസ് ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളെ പറഞ്ഞിരുന്നു. 246 269 ഇത് പറയുന്നത് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 279 എന്നുള്ളത്. അടുത്തത് ഈ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12 2016 സെപ്റ്റംബർ 12 ഇങ്ങനെയൊരു കൗൺസിൽ നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ജി എസ് ടി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 അപ്പോൾ ഈ ഒരു ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 12. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ജി എസ് ടി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 എന്നാൽ ഈ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12 അതുപോലെ ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഈ ഒരു ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ. പിന്നെ ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എന്നാൽ കേരളത്തിൽ ജി എസ് ടിയുടെ ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പിന്നെ ഈ ഒരു ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12 ഈ ഒരു ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 279 ആണ്. കേരളത്തിൽ ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരമാണ്. പിന്നെ ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചനെയാണ്. അമിതാഭ് ബച്ചനെയാണ് ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. പിന്നെ പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി നിരക്കുകളാണ്. അത് 5%, 12%, 18%, 28%. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 5%, 12%, 18%, 28% ഒക്കെയാണ് ഒരു ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ജി എസ് ടികൾ. പിന്നെ ഒരു അല്ലാത്ത ചില നികുതികൾ ഒരു നിരക്കുകളൊക്കെ ഉണ്ട്. അത് 0.25 അതുപോലെ 3% ഒക്കെയാണ്. അത് ഈ 0.25 എന്നൊക്കെ പറയുന്നത് ഈ ഓർണമെൻ്റൽ സ്റ്റോൺസിന് ഉള്ളതാണ്. ഈ ഓർണമെൻ്റൽ സ്റ്റോൺസിനാണ് 0.25% ഒക്കെ നികുതി നിരക്കുകൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗോൾഡ് സിൽവർ ഐറ്റംസിനാണ് ഒരു 3% ഒക്കെ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി നിരക്കുകളാണ് 5, 12, 18, 28% കണക്കാക്കുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി നികുതി നിരക്കുകളാണ് 5%, 12%, 18%, 28%. അതായത് പിന്നെ ഇതിൽ പറയുന്നത് ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ് എന്ത്? പെട്രോളും മദ്യവും. ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവയാണ് പെട്രോള്, മദ്യം എന്നീ ഐറ്റംസ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നൊരു കാര്യം, ഇന്ത്യ നടപ്പിലാക്കിയ ഇരട്ട ജി എസ് ടി മാതൃക നിലവിലുള്ള രാജ്യങ്ങളാണ് കാനഡ, ബ്രസീൽ. ഇന്ത്യ നടപ്പിലാക്കിയതുപോലെ ഇരട്ട ജി എസ് ടി മാതൃക നിലവിലുള്ള രാജ്യങ്ങളാണ് കാനഡ, ബ്രസീൽ. അതിൽ ഈ ഇരട്ട ജി എസ് ടി ആദ്യം നടപ്പിലാക്കിയത് കാനഡയിലാണ്, രണ്ടാമത് നടപ്പിലാക്കിയത് ഇന്ത്യയാണ്, മൂന്നാമത് ബ്രസീലാണ്. അപ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു ഇരട്ട ജി എസ് ടി മാതൃക നിലവിലുള്ള രാജ്യങ്ങളാണ് കാനഡ, ബ്രസീൽ. അതിൽ ഈ ഇരട്ട ജി എസ് ടി ആദ്യം നടപ്പിലാക്കിയത് എവിടെയാണ്? കാനഡയാണ്, രണ്ടാമത് ഇന്ത്യയാണ്, മൂന്നാമത് ബ്രസീലാണ്. അപ്പോൾ ഇന്ത്യയെപ്പോലെ തന്നെ ഒരു ഇരട്ട ജി എസ് ടി മാതൃക നിലവിലുള്ള രാജ്യങ്ങൾ ഏതാണ്? കാനഡയും ബ്രസീലാണ്. അതിൽ ആദ്യത്തെ ഇരട്ട ജി എസ് ടി മാതൃക നടപ്പിലാക്കിയത് കാനഡയും, രണ്ടാമത്തെ ഇന്ത്യയും, മൂന്നാമത്തെ ബ്രസീലുമാണ്. ജി എസ് ടി വന്നതോടെ ഒഴിവാക്കപ്പെട്ട ചില പ്രധാന നികുതികളാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇതൊക്കെ എന്താണ്? ജി എസ് ടി വന്നതോടെ ഒഴിവാക്കപ്പെട്ട പ്രധാന നികുതികളാണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതിയൊക്കെ ജി എസ് ടി വന്നതോടെ ഒഴിവാക്കപ്പെട്ട ചില പ്രധാനപ്പെട്ട നികുതികളാണ്. ഇവിടെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് 32 ആണ്. കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് എന്ന് പറയുന്നത് 32 ആണ്. അതുപോലെ തന്നെ ജി എസ് ടി നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് ജി എസ് ടി റൈറ്റ് ഫൈൻഡർ എന്നുള്ളത്. ജി എസ് ടി റൈറ്റ് ഫൈൻഡർ എന്താണ്? ജി എസ് ടി നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ആപ്പാണ് ജി എസ് ടി റൈറ്റ് ഫൈൻഡർ എന്നുള്ളത്.
ഇനി നമുക്ക് മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു വാറ്റ് നടപ്പിലാക്കിയത് ഫ്രാൻസാണ് 1954. നമ്മൾ പറഞ്ഞത് എന്താ, ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ചില വാറ്റുകളും കാര്യങ്ങളൊക്കെ അല്ലേ, ഫ്രണ്ട്സ് കമ്പനിക്ക് കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വാറ്റ് നടപ്പിലാക്കിയത്, നമുക്ക് ഓർമ്മ നിൽക്കാനാണ്, വാറ്റ് നടപ്പിലാക്കിയത് ഫ്രാൻസാണ് 1954. ഈ ഒരു മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം? ദക്ഷിണ കൊറിയയാണ്. വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണ കൊറിയ. അടുത്തത്, മൂല്യവർദ്ധിത നികുതി ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം. വാല്യൂ ആഡഡ് ടാക്സ്, അതായത് വാറ്റ് എന്നത് ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷമാണ് 2005. 2005 ഇങ്ങനെയൊരു മൂല്യവർദ്ധിത നികുതി ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയത് 2005. വാറ്റ് ആദ്യം, ഈ വാല്യൂ ആഡഡ് ടാക്സ് ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. വാറ്റ് ആദ്യം ഇന്ത്യയിൽ വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാനയിലാണ് വാറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. വാറ്റ് നടപ്പാക്കുന്നത് സംബന്ധിച്ച ധനകാര്യ മന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസിൻ ദാസ് ഗുപ്തയാണ്. വാറ്റ് നടപ്പാക്കുന്നത് സംബന്ധിച്ച ധനകാര്യ മന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസിൻ ദാസ് ഗുപ്തയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാറ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്? വാറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്, 1954. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് GST കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു SCERT സിലബസിലെ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഉള്ള ആ ഒരു പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിച്ചുള്ളൊരു ക്ലാസ് ഞാൻ ഈ ഒരു എൽഷദ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഇടും. നിങ്ങളത് തീർച്ചയായും കാണുക. എന്നാലാണ് നമുക്ക് ഈ ഒരു ക്ലാസ് കൂടെ കുറച്ചും കൂടി ഉപകാരമാവുകയുള്ളൂ. കാരണം അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്